നമസ്കാരം. ന്യൂസ് അറ്റ് 9 സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിജയദശമി ആഘോഷത്തിനിടെ മധ്യപ്രദേശിൽ വൻ ദുരന്തം. ഖണ്ഡ്വ ജില്ലയിലെ അപകടത്തിൽ 11 മരണം. ദുർഗാ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യാൻ കൊണ്ടുപോയ ട്രാക്ടർ നദിയിലേക്ക് മറിഞ്ഞു. പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് നൽകി പ്രതിരോധ മന്ത്രി. സർക്രീക്ക് മേഖലയിലെ സൈനിക സാന്നിധ്യം നിർത്തണം. പ്രകോപനം തുടർന്നാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റുന്ന തിരിച്ചടി നൽകും. സർക്രീക്കിലൂടെ കറാച്ചിയിലേക്ക് വഴിയുണ്ടെന്ന് മറക്കരുതെന്നും മുന്നറിയിപ്പ്. जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया. പാക് അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ 12 മരണം. സമാധാന ശ്രമങ്ങൾക്കിടെ പ്രകോപനം തുടർന്ന് ഇസ്രായേൽ. ഗാസയിലേക്ക് സഹായം എത്തിച്ച 40ഓളം കപ്പലുകൾ തടഞ്ഞു. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൻബർഗ് അടക്കമുള്ളവർ കസ്റ്റഡിയിൽ. ശക്തമായി അപലപിച്ച് ഖത്തർ അടക്കമുള്ള ലോകരാജ്യങ്ങൾ. ഫ്ലക്സ് പ്രതിഷേധത്തിന് മറുപടിയുമായി ജി സുകുമാരൻ നായർ. നായന്മാരുടെ മാറത്ത് നൃത്തമാടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. നേതൃത്വത്തെ വ്യക്തിഹത്യ ചെയ്താൽ NSSനെ തകർക്കാനാകില്ല. അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചത് ആചാരലംഘനം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടെന്നും വിശദീകരണം. ശബരിമല സ്വർണ്ണപ്പാളി ഇളകിയതിൽ ദുരൂഹതയേറുന്നു. സ്പോൺസറുടെ ഇടപെടലിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ദേവസ്വം വിജിലൻസ്. അറ്റകുറ്റപ്പണിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടതിൽ വീഴ്ച സമ്മതിച്ചു CPM. നടന്നത് കളവെന്ന് പ്രതിപക്ഷ നേതാവ്. ഗാന്ധി സ്മൃതിയിൽ രാജ്യം. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി പ്രമുഖർ. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പാതയിൽ ഗാന്ധിജിയെ പിന്തുടരുമെന്ന് മോദി. 2 अक्टूबर है, इसलिए स्वर्गीय महात्मा गांधी जी की भी जयंती है. अपने स्वातंत्र्य की लड़ाई में उनका योगदान तो अविस्मरणीय है. ഗാന്ധിജിയെ പ്രകീർത്തിച്ച് മോഹൻ ഭാഗവത്. 100ാം വാർഷികത്തിൽ RSS. ആദ്യാക്ഷരം എഴുതി കുരുന്നുകൾ. കുട്ടികളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് ആചാര്യന്മാർ. കൊല്ലൂർ മൂകാംബികയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. ദസറ ആഘോഷങ്ങളിൽ മൈസൂരു. വിശദമായ വാർത്തകളിലേക്ക്. വിജയദശമി ദിനാഘോഷങ്ങൾക്കിടയിൽ മധ്യപ്രദേശിലെ ഖണ്ഡ്വ ജില്ലയിൽ ഉണ്ടായ അപകടത്തിൽ 11 പേർ മരിച്ചു. മരിച്ചവരിൽ 8 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. ദുർഗാ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നതിനായി കൊണ്ടുപോയിരുന്ന ട്രാക്ടർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, എങ്ങനെയാണ് അപകടം? എത്ര മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു? സുവി, ഇപ്പോൾ 11 പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ മരണസംഖ്യ കൂടിയേക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ഏതായാലും ഈ നദിയിൽ ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. ഈ ട്രാക്ടറിന് പുറകിൽ ചില ട്രോളികൾ കെട്ടിവെച്ചുകൊണ്ടാണ് ഇവർ ഈ നദിയിൽ വിഗ്രഹം നിമജ്ജനം ചെയ്യാനായുള്ള യാത്ര നടത്തിയത്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുന്നത്. ട്രാക്ടറിൻ്റെ നിയന്ത്രണം വിട്ട് വെള്ളത്തിലേക്ക് മറിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഈ ട്രാക്ടറിന് ഉള്ളിൽ ആ ട്രോളിയിലുമായി 25 പേരോളം ഉണ്ടായിരുന്നു എന്ന അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഖണ്ഡ്വ ജില്ലയിലാണ് നടന്നിരിക്കുന്നത്. അർധാല
അർധാല ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ, അതായത് രാജ്ഗർ തുടങ്ങിയ പഞ്ചായത്തിൽ നിന്നുള്ള അംഗങ്ങളൊക്കെയാണ് ഈ നിമഞ്ജന ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ ആരൊക്കെ മരിച്ചു എന്നതിനെ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുകയാണ്. ഏതായാലും 11 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 8 പേർ പെൺകുട്ടികളാണ് എന്നത് അതിൻ്റെ ആഘാതം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ ആളുകൾ മരണത്തിൽ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക പടരുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് മുഴുവൻ തിരച്ചിൽ നടത്തുകയാണ്. അവിടുത്തെ പോലീസ് ഇത് സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. മനോജ് റായ് എന്ന അവിടുത്തെ ഖാണ്ഡുവ SP ഈ രാത്രിയായാലും അവിടെ മുഴുവൻ പരിശോധന തുടരണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അപകടത്തിൽ കൂടുതൽ ആളുകൾ മരിച്ചു എന്നൊരു സംശയം പോലീസിനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ആ സംശയം ദൂരീകരിക്കുന്നതിനൊക്കെയുള്ള ശ്രമം നടക്കുകയാണ്. ഇതിവിടെ മാത്രമല്ല, ഉജ്ജയിനിലും സമാനമായ രീതിയിൽ ഈ ട്രാക്ടറിൽ പുറകിൽ ട്രോളി കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അവിടെയും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അവിടെ 2 കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. അവിടെ ഈ ട്രാക്ടർ ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് അവിടെ അപകടമുണ്ടായത്. അതേസമയം മധ്യപ്രദേശിൽ ഈ ഖാണ്ഡ്വയിൽ അവിടെ നിർത്തിയിട്ട ട്രാക്ടർ പിന്നീട് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ ഒരു വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ നദിയിലേക്ക് അവിടെ പാർക്ക് ചെയ്ത ട്രാക്ടർ നദിയിലേക്ക് വീഴുന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തതകളൊന്നും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിട്ടില്ല. ഏതായാലും ഈ ട്രാക്ടറിൽ 25 പേരുണ്ടായിരുന്നു. അവരിൽ 11 പേരൊഴികെ ബാക്കി എല്ലാവരും സുരക്ഷിതരാണോ എന്ന പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയദശമി ദിനാഘോഷങ്ങൾക്കിടയിൽ മധ്യപ്രദേശിലെ ഗോണ്ട ജില്ലയിലുണ്ടായ അപകടത്തിൽ 11 പേർ മരിച്ചു. മരിച്ചവരിൽ 8 പേർ പെൺകുട്ടികളാണ്. ദുർഗാ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്ന ട്രാക്ടർ മറിഞ്ഞാണ് അപകടം. വിവരങ്ങൾ നൽകിയത് മനു ഭരത്. പാകിസ്ഥാന് കർശന മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കറാച്ചിയിലേക്കുള്ള ഒരു വഴി കടന്നുപോകുന്നത് സർക്രീക്കിലൂടെയാണെന്ന് പാകിസ്ഥാൻ ഓർക്കണം. ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുന്ന തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. आजादी के 78 साल बीत जाने के बावजूद सरक्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है। भारत ने कई बार बातचीत के रास्ते इसका समाधान करने का प्रयास किया है, मगर पाकिस्तान की नीयत में खोट है, उसकी नीयत साफ नहीं है। जिस तरह से हाल में पाकिस्तान की फौज ने सरक्रीक के सटे इलाकों में अपना मिलिट्री इंफ्रास्ट्रक्चर बढ़ाया है, वह उसकी नीयत बताता है। साथियों, भारत की सीमाओं की रक्षा भारतीय सेनाएं और बॉर्डर सिक्योरिटी फोर्स मिलकर मुस्तैदी से कर रही हैं। अगर सरक्रीक इलाके में पाकिस्तान की ओर से कोई भी हिमाकत की गई तो उसे ऐसा करारा जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया। आज 2025 में पाकिस्तान को याद रखना चाहिए कि कराची का एक रास्ता क्रीक से ही होकर गुजरता है। പാക് അധിനിവേശ കശ്മീരിൽ സംഘർഷത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ദാരുണമായ സംഭവമുണ്ടായത്. 4 ദിവസമായി തുടരുന്ന ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇതുവരെ 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 38 പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ച് തുടങ്ങിയ പ്രതിഷേധങ്ങളാണ് മേഖലയിലെ സൈനിക അതിക്രമങ്ങൾക്കെതിരായ വലിയ പ്രക്ഷോഭമായി വളർന്നത്. പ്രതിഷേധം അടിച്ചമർത്താൻ സൈന്യത്തിനെ ഉൾപ്പെടെ വിന്യസിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടത്. മുസാഫറാബാദിലും തീർക്കോട്ടയിലും 5 പ്രതിഷേധക്കാർ വീതവും ദദ്വാളിൽ 2 പേരും വെടിയേറ്റ് മരിച്ചു. 3 പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. हम लोग सोचे कि वो लोग खाली वो कर रहा है, इसलिए हम लोग
വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് മത്സര കമന്ററിയിലെ കശ്മീർ പരാമർശം വിവാദത്തിൽ. കമന്ററി പാനലിലെ അംഗമായ മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സന മിർ നടത്തിയ പരാമർശമാണ് വിവാദമായത്. പാക് അധിനിവേശ കശ്മീർ പ്രദേശത്തെ സ്വതന്ത്ര കശ്മീർ എന്നാണ് പരാമർശിച്ചത്. പാക് ബംഗ്ലാദേശ് മത്സരത്തിനിടയിലെ പരാമർശം സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായി. സന മിറിനെ കമന്ററി പാനലിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. സംഭവം അന്താരാഷ്ട്ര പ്രക്ഷേപണങ്ങളിൽ കമന്റേറ്റർമാർ പാലിക്കേണ്ട മാന്യതയെ സംബന്ധിച്ച ചർച്ചകൾക്ക് തിരികൊളുത്തി. ഉപാധികളോടെ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. അതിനിടെ ഗാസ സിറ്റിയിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. ഗാസ സിറ്റിയിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ തീവ്രവാദികളായി കണക്കാക്കുമെന്നുമാണ് ഇസ്രായേലിന്റെ അന്ത്യശാസനം. ഇതിനെതിരെ യൂറോപ്പിലെങ്ങും പ്രതിഷേധം വ്യാപിക്കുകയാണ്. 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ വെടിനിർത്തൽ കരാർ ഉപാധികളോടെയും ഭേദഗതികളോടെയും ഹമാസ് അംഗീകരിച്ചേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സൈന്യത്തിന്റെ പിൻവാങ്ങൽ, ഹമാസിന്റെ നിരായുധീകരണവും സുരക്ഷയും, ഗസയുടെ പുനർനിർമ്മാണം ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഹമാസ് ഉപാധികളും ഭേദഗതികളും മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിന് വ്യക്തമായ സമയക്രമം നിശ്ചയിക്കണം. ഹമാസിന് നേരെ പുതിയ ആക്രമണങ്ങൾ തടയുന്നതിന് അന്താരാഷ്ട്ര ഉറപ്പുകൾ വേണം. പ്രദേശത്തിനകത്തോ പുറത്തോ ഹമാസ് അംഗങ്ങൾക്ക് നേരെ ഒരു വധശ്രമവും ഉണ്ടാകില്ലെന്നും ഉറപ്പു നൽകണം. ഇതൊക്കെയാണ് മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഗസയുടെ പുനർനിർമ്മാണം അന്താരാഷ്ട്ര കൌൺസിലിന്റെ മേൽനോട്ടത്തിൽ വേണ്ട. പലസ്തീൻ അധീനതയിലുള്ള ഘടകം ഇത് കൈകാര്യം ചെയ്യണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. ഇതിനിടെ ഗസ സിറ്റിയിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. ഗസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഉടൻ സ്ഥലം വിടണമെന്നാണ് മുന്നറിയിപ്പ്. ഇല്ലെങ്കിൽ അവരെ തീവ്രവാദികളോ അവരെ പിന്തുണയ്ക്കുന്നവരോ ആയി കണക്കാക്കുമെന്നാണ് അന്ത്യശാസനം. ഗസയിലേക്ക് സഹായവുമായി എത്തിയ കപ്പലുകൾ ഇസ്രായേൽ നാവികസേന തടഞ്ഞു. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തൻബർഗ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തു. If you wish to deliver aid to Gaza, you may do so through the established channels. Please change your course toward the port of Ashdod, where the aid will undergo a security inspection. 37 രാജ്യങ്ങളിൽ നിന്നുള്ള 201 പേരാണ് മെഡിറ്ററേനിയൻ കടലിലൂടെ ഗസയിലേക്ക് നീങ്ങിയത്. ഇവരെ തടഞ്ഞതിനെതിരെ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പ്രതിഷേധം ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസയിലെ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ചും പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കോഴിക്കോട്ട് LDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും റാലികൾ. LDF നേതൃത്വം നൽകിയ റാലിയിൽ പലസ്തീൻ അംബാസിഡർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഫലസ്തീൻ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നതാണ് കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് മുസ്തഫീനും ടി മൊയ്തീൻ കോയയും KM റഷീദ് ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ സംസ്ഥാന യൂത്ത് ലീഗ്. നായന്മാരുടെ മാറത്ത് നൃത്തമാടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്ന് G. സുകുമാരൻ നായർ. സുകുമാരൻ നായർക്കെതിരെ അവിടെയും ഇവിടെയും ഫ്ലക്സ് ബോർഡ് പൊങ്ങിയെന്ന് ചാനലുകൾ പ്രചാരണം നടത്തി. നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ വ്യക്തിഹത്യ ചെയ്താൽ NSSനെ തകർക്കാനാവില്ല. ആചാരവും അനുഷ്ഠാനവും നിലനിർത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയതെന്നും വിജയദശമി സമ്മേളനത്തിൽ G. സുകുമാരൻ നായർ വ്യക്തമാക്കി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ തിരുവനന്തപുരത്ത് വീണ്ടും ഫ്ലക്സ്. കരിക്കകത്താണ് സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. NSS കരിക്കകം എന്ന പേരിലാണ് ബോർഡ്. അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്നാണ് ഫ്ലക്സിലെ വിമർശനം. ന്യൂഡൽഹിയിൽ ഹിന്ദിയിൽ സംസാരിക്കാൻ നിർബന്ധിച്ച് മലയാളി വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് ആവശ്യം. സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും വിഷയം ഗൗരവകരമായി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ കുറിച്ചു.
കാസർഗോഡ് KSU നേതാക്കൾ കരുതൽ തടങ്കലിൽ. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്താണ് നടപടി. KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി കോട്ടക്കുന്ന് എന്നിവരെയാണ് കരുതൽ തടങ്കലിൽ ആക്കിയത്. ചെർക്കളയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് കരുതൽ തടങ്കലിൽ എടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ചും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചും RSS തലവൻ മോഹൻ ഭാഗവത്. രാജ്യസുരക്ഷയ്ക്കായി കൂടുതൽ ജാഗ്രത വേണം. ലോകം ഇന്ത്യയുടെ കരുത്തു കണ്ടു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർക്ക് ഓപ്പറേഷൻ സിന്ദൂർ തക്കതായ മറുപടി നൽകിയെന്നും നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് RSSന്റെ 100ാം വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. एक दुर्घटना पहलगाम की भी हुई, हमला हुआ, सीमा पार के आतंकियों के द्वारा 26 भारतीय नागरिकों की उनका धर्म पूछकर हत्या की। लेकिन उसके चलते सारे देश में प्रचंड दुख और क्रोध की लहर पैदा हुई। पूरी तैयारी करके सरकार ने, हमारी सेना ने उसका बहुत पुरजोर उत्तर दिया। सारे प्रकरण में हमारी नेतृत्व की दृढ़ता, हमारी सेना का शौर्य, कौशल्य और समाज की एकता और दृढ़ता का एक उत्तम चित्र प्रस्थापित हुआ। और यह भी वह घटना हमको सिखा गई कि यद्यपि हम सबके प्रति मित्रभाव रखते हैं और रखेंगे, फिर भी अपने सुरक्षा के विषय में हमको अधिकाधिक सजग रहना पड़ेगा, समर्थ बनना पड़ेगा। തീരുവ കാട്ടി ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കയ്ക്ക് ആത്മനിർഭർ ഭാരതിലൂടെ മറുപടി നൽകണമെന്നും ഭാഗവത് പറഞ്ഞു. ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിന് ബലഹീനതയാകരുത്. നമ്മൾ സ്വയം പര്യാപ്തരാക്കണം. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. മഹാത്മാഗാന്ധിയെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ഭാഗവതിന്റെ പ്രസംഗത്തിന്റെ തുടക്കം. വിജയദശമി സമ്മേളനത്തിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയായിരുന്നു. अमेरिका ने जो नई टैरिफ नीति अपनाई, उनके अपने हित के लिए अपनाई होगी, लेकिन उसकी मार तो सभी पर पड़ रही है। इसलिए ये सारा परिदृश्य अथवा ये सारी प्रचलित पद्धति, उस पर हम निर्भर हो जाए ऐसी नहीं है। और इसलिए इस निर्भरता को मानते हुए, विश्व जीवन की एकता को मानते हुए, हमको इसको मजबूरी न बनाते हुए जीना अगर है तो स्वदेशी और स्वावलंबन का कोई परिणाम नहीं, कोई पर्याय नहीं। हमको आत्मनिर्भर होना पड़ेगा, स्वावलंबी जीवन जीना पड़ेगा, स्वदेशी का उपयोग करना पड़ेगा, और फिर भी अंतर्राष्ट्रीय संबंधों का सब प्रकार के, राजनयिक हो, आर्थिक हो, व्यापारिक हो, इन सबका जतन हमको करना पड़ेगा। लेकिन उसमें मजबूरी नहीं होगी, हमारी अपनी इच्छा होगी, हमारा अपना सद्भाव होगा, ऐसा हमको बनना पड़ेगा। ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹ ഇടപാടുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. 2020 ഫെബ്രുവരിയിലും ദ്വാരകപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടത്താമെന്ന് വാഗ്ദാനം ചെയ്ത് ദേവസ്വം ബോർഡിന് ഉണ്ണികൃഷ്ണൻ നൽകിയ കത്ത് വിവരങ്ങളാണ് പുറത്തുവന്നത്. സ്വർണ്ണപ്പാളി സ്ഥാപിച്ച് 3 മാസം മാത്രം കഴിഞ്ഞപ്പോഴായിരുന്നു ദുരൂഹ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. ഡാൻ കുര്യൻ തയ്യാറാക്കിയ ദ്വാരപാലക ശില്പം കാണാതായതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ ദുരൂഹമായ ഇടപാടുകളിൽ അന്വേഷണം നടത്തുന്ന ദേവസ്വം വിജിലൻസ് സംഘമാണ് 2020 സമാനമായ തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു ദേവസ്വം ബോർഡിനെ എന്ന വിവരം കണ്ടെത്തിയത്. ഫെബ്രുവരി മാസത്തിലായിരുന്നു, 2020 ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇത്തരത്തിൽ കത്ത് നൽകിയത്. പക്ഷേ അന്ന് ദേവസ്വം ബോർഡ് ആവശ്യം നിഷേധിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കത്ത് നൽകുന്ന സാഹചര്യമുണ്ടായി. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ദ്വാരപാലക ശില്പം അതിന് മങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ അതിൻ്റെ മങ്ങൽ മാറ്റി അതിന് തിളക്കമുള്ള അവസ്ഥയിൽ തിരികെ നൽകാമെന്ന ഉറപ്പിൽ അത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി വിട്ടു നൽകണമെന്ന ആവശ്യമാണ് ദേവസ്വം ബോർഡിന് മുമ്പിൽ വെച്ചിരുന്നത് എന്നാണ് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദ്വാരപാലക ശില്പം അവിടെ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ
ശ്രമങ്ങൾ തുടങ്ങിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതിലെ അവ്യക്തതകൾ നീക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വരുന്ന ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തലസ്ഥാനത്ത് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ വിവാദത്തിൻ്റെ തുടരന്വേഷണം ഉണ്ടാകുക. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യം ദേവസ്വം മന്ത്രിയും അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതോടൊപ്പം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണ് എന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദം കൂടിയായി മാറുന്നതിനിടയിലാണ് ഈ ദുരൂഹ ഇടപാടുകളിലെ അവ്യക്തതകൾ നീക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായ ചോദ്യം ചെയ്യലിന് അടുത്ത ദിവസം നേരിട്ട് ഹാജരാകാൻ ദേവസ്വം വിജിലൻസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. മാധ്യമങ്ങൾ കോടതിയല്ലെന്നും രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും സത്യം പുറത്തുവരുമെന്നുമായിരുന്നു രോഷത്തോടെയുള്ള പ്രതികരണം. മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. വിവാദങ്ങൾക്കിടെ ഇന്ന് കരേറ്റിലുള്ള വീട്ടിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. നിങ്ങളത് നിങ്ങളോട് എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല. നിങ്ങളത് എന്താണെന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാവണമല്ലോ. അതുകൊണ്ട് ഒരു പ്രൈവസി, ഒരു മനുഷ്യൻ്റെ പ്രൈവസി ഇത് ചെയ്യാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നത് എനിക്ക് ബോധ്യപ്പെടുത്താനും അതിൻ്റെ കാര്യവും കാരണവും ബോധ്യപ്പെടുത്താനുള്ള അവസരം തരണം. പിന്നെ നിങ്ങൾ മാഡം വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ. കാര്യം അതിൽ നിന്ന് വിളിച്ചോടാൻ കഴിയുമോ? അതാണ് ഇപ്പൊ പറഞ്ഞത്. അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ മുമ്പിൽ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഈ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ വന്നു നിന്ന് ശരിക്ക് എൻ്റെ ഫാമിലിയുടെ പ്രൈവസി നഷ്ടപ്പെടുന്നത് ശരിയല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കെ അനന്തഗോപനെ തള്ളി നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമലയിലെ അവസാന വാക്ക് തന്ത്രിയാണ്. മാനുവൽ പ്രകാരം സ്വർണം അറ്റകുറ്റപ്പണികൾക്ക് സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോകാൻ ആകില്ലെന്ന വാദം ശരിയല്ല. താൻ പ്രസിഡന്റ് ആയ ശേഷം 5 തവണ കൊടിമരം പ്ലേറ്റിംഗിനായി ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുണ്ട്. സ്വർണ്ണപ്പാളി ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. അങ്ങനെ കൊടുത്തുവിട്ടതിനാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിന് കൃത്യമായ ധാരണയില്ലെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അന്തിമമായ വാക്ക് മാനുവൽ നമ്മൾ പ്രകാരമാണ് പോകുന്നതെങ്കിലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അന്തിമമായ വാക്കും അനുമതിയും അവിടുത്തെ തന്ത്രിയുടേതാണ്. തന്ത്രി കൃത്യമായ ഉത്തരവുകൾ തന്ത്രി അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഈ നമ്മളൊരു വിവാദം ഉണ്ടാക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ ഞാൻ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നതിന് ശേഷം കോടതിയുടെ അനുമതിയോടുകൂടി ഒരു 5 കൊടിമരമെങ്കിലും പ്ലേറ്റിങ്ങിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയോടെ വിടണം. അപ്പൊ അത്തരം വാദഗതിക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, 99 മുതൽ നടക്കട്ടെ അന്വേഷണം, 2025 വരെയും നടക്കട്ടെ, സമഗ്രമായൊരു അന്വേഷണം നടക്കട്ടെ. അതിൽ കൂടി എല്ലാ കാര്യങ്ങളും പുറത്തു വരുത്തേ. അല്ല, 2019 കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ബോർഡ് തീരുമാനം സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ കൊടുത്തുവിടാനായിരുന്നില്ല. അത് കൃത്യമാണ്, ഞാൻ അത് പരിശോധിച്ചതാണ്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്വത്തിലും തിരുവാഭരണം കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശാസ്ത്രവിധി പ്രകാരം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയപ്പോൾ ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. 2019 സ്വർണ്ണപ്പാളി പുറത്തുകൊടുത്തതിൽ വീഴ്ച പറ്റിയതായി സമ്മതിച്ച് CPM. സ്വർണ്ണപ്പാളി കൈമാറുന്നത് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ആയിരിക്കണമെന്ന വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ല. കുറ്റക്കാർക്കെതിരെ ദേവസ്വം വിജിലൻസ് നടപടിയെടുക്കുമെന്നും CPM നേതാവ് കെ അനിൽകുമാർ പറഞ്ഞു. അവിടെ നിന്നും ഇത് കൊണ്ടുപോയി തിരികെ കൊണ്ടുവരിക എന്ന കാര്യം നിർവഹിക്കേണ്ടത് ദേവസ്വം തിരുവാഭരണ കമ്മീഷനും ദേവസ്വം കമ്മീഷനും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ്. തന്ത്രിയുടെ അനുവാദവും ദേവന്റെ അനുജ്ഞയും വാങ്ങി ആചാരപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങൾ അവിടെ ലംഘിക്കപ്പെട്ടു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. അത് ഈ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ദേവസ്വം കമ്മീഷണർക്ക് അല്ലെങ്കിൽ അവിടുത്തെ തിരുവാഭരണ കമ്മീഷണർക്ക് അധികാരമുണ്ടായിരുന്നില്ല. അധികാര ദുർവിനിയോഗം നടത്തി പോറ്റിക്കൊപ്പം നിന്ന് ഈ തെറ്റായ കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ള കാര്യമാണ്
ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും വിശദീകരണങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതിൽ സംസ്ഥാന സർക്കാർ ഫലപ്രദമായ അന്വേഷണം ദേവസ്വം ബോർഡ് വിജിലൻസിനെ കൊണ്ട് നടത്തിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നടന്നത് കളവാണ്. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടു. പിണറായി സർക്കാരുകളിലെ ദേവസ്വം മന്ത്രിമാരും അക്കാലയളവിലെ ദേവസ്വം പ്രസിഡന്റുമാരും ഉത്തരവാദികളാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് ആദ്യം വെളിപ്പെടുത്തിയ നടി റിനി ആൻ CPM വേദിയിൽ. KJ ഷൈനിനെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് പറവൂരിൽ സംഘടിപ്പിച്ച പെൺ പ്രതിരോധ സംഗമത്തിലാണ് റിനി പങ്കെടുത്തത്. താനും വലിയ തോതിൽ സൈബർ ആക്രമണം നേരിട്ടതായും പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് യുവ നേതാവിന്റെ പേര് പറയാതിരുന്നതെന്നും റിനി പറഞ്ഞു. ചടങ്ങിൽ KJ ഷൈൻ റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്തു. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം പറവൂരാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. CPM നേതാവ് KJ ഷൈനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു. KK ഷൈലജ ടീച്ചറായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടക. ഏതായാലും ഈ സമ്മേളന വേദിയിലേക്ക് റിനി ജോർജ് എത്തുകയും KJ ഷൈനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും എല്ലാം തന്നെ ചെയ്തതോടുകൂടി ഇത് കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. ഈ സമ്മേളനം എന്നത് ശ്രദ്ധ നേടുകയാണ്. CPM വേദിയിലേക്ക് റിനി ജോർജ് എത്തുകയും അവർക്ക് നേരിട്ട സൈബർ അധിക്ഷേപം സംബന്ധിയായ കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം നേരത്തെ തന്നെയും KJ ഷൈനെ അവർ വീട്ടിലെത്തിയ നേരത്തെയും അവരെ പിന്തുണ അറിയിച്ചിരുന്നു. ഈ വിഷയങ്ങളിൽ അവരുടെ പിന്തുണ അറിയിച്ചിരുന്നു. ഇപ്പോൾ അതൊരു CPM സംഘടിപ്പിക്കുന്ന പൊതുവേദിയിലേക്ക് റിനി ജോർജ് എത്തുകയാണ് ഉണ്ടായത്. റിനി പറഞ്ഞത് താൻ ഒരു പ്രസ്ഥാനത്തെയോ ഒന്നും അപകീർത്തിപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു പേര് പോലും താനത് പറഞ്ഞിരുന്നില്ല. പക്ഷേ അതിനകത്ത് ആ പാർട്ടിക്കകത്ത് നിന്ന് തനിക്കെതിരെ വളരെ ശക്തമായ ആക്ഷേപമാണ് ഉണ്ടായത്. സ്ത്രീകൾക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റാത്തൊരിടമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടായെന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ്. ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന് CPMുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുപോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ. ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 10,880 രൂപ, പവന് 87,040 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 9,010 രൂപ, പവന് 72,080 രൂപ. വെള്ളി ഗ്രാമിന് 158 രൂപ, കിലോയ്ക്ക് 1,58,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ന്യൂസ് at 9 പൂർണ്ണമാകുന്നു. നമസ്കാരം.